രണ്ടും കൊള്ളാം. ശിവാൻ ചേച്ചി, ലജ്ജ ചേച്ചി, കേശുചേട്ടാ. പൊളിച്ച്. അല്ല ഈ ബുള്ളറ്റ് അന്ന് കൊണ്ടുവന്നല്ലേ? ഓ ഇതെടുക്കാൻ തന്നെ ഞാൻ പോയിരുന്നേ. ഇത് കൃപാന്തിന്റെ അവന്റെ ഫ്രണ്ടിന്റെ. നീ 4-5 ദിവസം ഇവിടെ കാണുന്നത്. പൊളിച്ച്. ആക്രി വണ്ടിയാ? ഇത് കൃപാന്തിന്റെ വണ്ടിയാട്ടാ. അതെന്റെ ഫ്രണ്ട് കൃപാന്തിന്റെ. അല്ല പിള്ളേരെ വണ്ടികൾ വാങ്ങിട്ട് കറങ്ങിക്കോളൂ. വല്ല പറ്റി കഴിഞ്ഞാൽ നീ നന്നായി കൊടുക്കൂ. അത് പിള്ളേരെ അളിയന്റെ കാര്യം നോക്കളിയാ. അത് തന്നെ. എത്ര നാളോണ്ട് പറയും ഒരു വണ്ടി വാങ്ങാൻ. ഉഗ്രം വണ്ടി വാങ്ങിക്കുന്നു പണ്ട്. ഉഗ്രം വണ്ടി അല്ല, ഒന്നൊന്നര പാട്ട വണ്ടി. അതിന്റെ ഇടയിൽ ഒരു കാറ് മേടിക്കാൻ ചർച്ച നടത്തി. അത് അന്ന് ചെയ്ത മഴയെല്ലാം കൊലിച്ച് പോവുകയും ചെയ്തു. ഇത്രയും കാലമായി പിള്ളേരെ ആഗ്രഹം വല്ല അളിയൻ സാധിച്ചു കൊടുത്തിട്ടുണ്ടാ? നാളെ നല്ലൊരു വണ്ടി വാങ്ങിച്ചു തന്ന കാര്യം പറയാം. അച്ഛൻ എല്ലാവരും മുമ്പ് നാണം കെടുത്താടെ നല്ലൊരു ഉഗ്ര ബൈക്ക് ഞാൻ വാങ്ങിച്ചതില്ലേ, അല്ല സ്കൂട്ടർ വാങ്ങിച്ചതില്ല. അതെ, നല്ല ഉഗ്ര ഒരു സ്കൂട്ടർ മേടിച്ചോണ്ട് വന്നു. ഓടിക്കൊണ്ടിരിക്കണ വാക്കിന് എന്നെ പൊളിഞ്ഞ് വീണ് തീർന്നത്. ചേട്ടാ ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം. നമുക്കൊരു കാർ അത്യാവശ്യമാണ്. ഇന്ന് വാങ്ങിച്ചോട് പൈസ ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ വാ അടയ്ക്കാൻ വേണ്ടി 100 ന്യായം പറഞ്ഞോളൂ. ഇതന്നെ അമ്മയും പറയുന്നു. അയ്യോ ഞാൻ ഈ വഴി വന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പോവാം. അതാണ് നല്ലത്. ജോലി 2 വണ്ടി നല്ല കണ്ടീഷൻ തന്നെ ആണല്ലോ. എന്താട്ടാ? അല്ല അത് എപ്പോഴും ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇരുന്നിരുന്നങ്ങ് തുരുമ്പെടുക്കും. അതുകൊണ്ട് പാർട്സിനൊക്കെ ഭയങ്കര വിലയാണ്. 5 മണി വന്നു കഴിഞ്ഞാൽ 10-25,000 രൂപയ്ക്ക് കൊണ്ടേ പോകും. പറയും പോലെ ഇങ്ങനെ കാശുള്ള ഫാമിലി അല്ലേ, പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ ലോകമൊക്കെ കറങ്ങി എന്തൊക്കെ കാണുന്നു. ഞാൻ വീൽ ചെയ്തത് കണ്ടില്ല. നീ വീലാവണ ഞാനേ കണ്ടിട്ടുള്ളൂ. എന്താ വണ്ടി എടുത്തോണ്ടോ മൂടങ്ങ് പോയി. മൂടുകൊണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പൊളിക്കാൻ കിട്ടും. കുട്ടിമാമ ഞങ്ങളെ വണ്ടി കയറ്റോ? പിന്നെ നിങ്ങളല്ല പിന്നെ ആരെ കേറ്റാ മക്കളെ? കേശു 2 വണ്ടി നന്നായിട്ട് കഴുകി വെക്കണം. ആർക്കോ വേണ്ടി ചെയ്തു വെക്കില്ല കേട്ടല്ലോ. എന്ത് വണ്ടി കഴുകടാ കേശു. പറഞ്ഞാട്ടാ. ഓ വണ്ടിയിലെ റൈഡ് പോകാൻ വിളിക്കുമെന്ന് വിചാരിച്ചപ്പോ വണ്ടി കഴിവ്. ഒരു 2 ഹെൽമെറ്റും കൂടെ ഒപ്പിക്കുവാണെങ്കിൽ പിള്ളേരടക്കം 4 പേർക്ക് നമുക്ക് പോയിട്ട് വരാം. എന്നാ പിന്നെ ഒരു ദിവസം കുട്ടുവാന്റെ പുറകെ ഞാൻ കയറുന്നു, അമ്മയുടെ പുറകെ ശിവ കയറിട്ട് കൂടെ കല്ലും പറ. അങ്ങനെയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ ചേച്ചിയും കുട്ടുവാമ്മയും അമ്മായും പോവാം. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ 2 ആളും പോവും, പിന്നെ പിള്ളേര് പോവും. അങ്ങനെ ആർക്കും വലിയ വിരോധമില്ലാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും പോവാം. പോരെ? തിരിച്ചു മറിച്ചും വണ്ടി കയറിക്കൊണ്ടിരുന്നാ മതിയാ? പഠിക്കാന്നില്ലേ? പഠിക്കണ എപ്പോഴെങ്കിലും പഠിക്കല്ല, പക്ഷെ വണ്ടി പോയി കഴിഞ്ഞാൽ പോയില്ലേ. എവിടെയാണ് പോകാൻ പ്ലാൻ ചെയ്യണത്? വണ്ടിയെല്ലാം കയ്യിലുള്ളത് എവിടെ വേണമെങ്കിലും പോവാമല്ലോ. എന്തായാലും പടവലത്ത് പോണം. അതെ, കടവലത്ത് വണ്ടിയും കൊണ്ട് പോയിട്ട് വേണം അമ്മൂമ്മയുടെ മുന്നിൽ കുറച്ച് ഷോ ഇറക്കാൻ. ചിലപ്പോ അമ്മ കമ്പെടുത്ത് അടിച്ചോടിക്കും. അമ്മൂമ്മ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോഴല്ലോ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ഒന്ന് കയറിക്കോട്. മാമിയുണ്ടല്ലേ കുറുവടി എടുത്ത് ഒറ്റയേറി മുട്ടുകാരി എറിഞ്ഞു പിടിച്ച് അവിടെ ഇടും. ലച്ചുവിന്റെ ഒരു മുട്ടിന്റെ പാതി അവിടെ കിടക്കും. അപ്പോഴും ലച്ചുവിന്റെ മുട്ട് അല്ലേ? കുട്ടുവാൻ പോകുന്നല്ലോ. ഇനി കാര്യങ്ങളൊക്കെ കുറച്ച് കൊഴും. എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ കൊഴുകണെങ്ങനെ? അവിടെ പോയി നിങ്ങൾ വിചാരിക്കും പോലെ വെറുതെ വണ്ടി ഇവിടെ കറങ്ങാൻ പറ്റൂല. ചിലവുള്ള കേസാണ്. കുട്ടൂൻ്റെ ആണെങ്കിൽ 5 പൈസ ഇല്ല. കുട്ടുമാനയില് പൈസ ഉണ്ട്. ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. മക്കൾക്ക് തന്നെ അറിയാം. അത് വേറെ ഒന്നുമല്ല കുട്ടുമാൻ വന്നപ്പോഴേ ഗൾഫിൽ നിന്ന് കെട്ടിടക്കിന് പൈസ ആയിട്ട് വന്നു എന്നുള്ള കാര്യം കൊച്ചിൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. പക്ഷെ അറബി പറ്റിച്ചേട്ട പൈസ ഉണ്ടെന്ന് വരെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല. അളിയാ ഇനി അച്ഛനും കൂടെ തിരിച്ചു കൊടുക്കുക. അവസാനം കൂട്ടത്തല്ലാവ്. അമ്മായി വണ്ടി നമ്മുടെ ഒരു 4 ദിവസമില്ലേ, അതിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വണ്ടിയും കൊണ്ട് കുഴിപ്പളത്ത് പോണേ. കുഴിപ്പളത്തൊക്കെ പോയി എല്ലാവരെയൊക്കെ കണ്ട് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചടിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്യും. എന്തായാലും എല്ലായിടത്തും പോകണം. നെയ്യാറ്റിക്കരയിൽ പോയി, അമരവളയും പോയി, പറഞ്ഞ വഴി കുഴിപ്പളത്തും പോയി കറങ്ങി വാ. കൊള്ളാലോ ഐഡിയ. അതെന്താ ഐഡിയ? ഇവിടെ വണ്ടി ഓടിക്കാൻ ഗൗരിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ലച്ചുമൊക്കെ അറിയോ? ലച്ചുവിനറിയാം. പഴയ ഒരു ടയർ കിട്ടിയാണ് ചെറിയൊരു കളിയാക്കല്ലേ അമ്മ, ഇത് പറയണ കേട്ടാ. ലച്ചുമോളി ഈ വണ്ടികളിൽ ഓടിച്ച് പഠിക്കാൻ നിൽക്കണ്ട. വേണ്ടെങ്കി വേണ്ട. ഗൗരി എന്താണ് ശ്രീ? ഒരു കാര്യം പറയണ്ട, വാ. എവിടെ എല്ലാരും കൂടെ എങ്ങോട്ട് പോണ്? റൂമിലോട്ട്. നമുക്ക് എന്തെങ്കിലും പ്ലാനൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കാം. ഗൗരി മാത്രം വന്നാൽ മതി. നിങ്ങൾ
എപ്പോൾ പോണേ? എടാ നിങ്ങൾ കറങ്ങാൻ പോണെന്ന് പറഞ്ഞേ. ആ പൊക്കോളാം. ആണോ? നല്ല കാര്യം. പോയിട്ട് വരണേ. നീലേ, നീ എപ്പോ റെഡി? ഒരു കാര്യം പറയാം. അത് വന്നിട്ട് പറയാം. നീ വാ. ഓ ശരി ശരി ശരി, ഓക്കെ ഡി, ശരി. അച്ഛൻ എന്തിനാ അമ്മയെ വിളിച്ചേ? എൻ്റെ വരെ എനിക്ക് വിളിച്ചു. അല്ല എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരട്ടെ, ഞാൻ പറയാം. വേറെ ആള് വരട്ടെ. നിങ്ങൾ പോലെ ചെല്ല് വാടാ. ചെല്ലു മക്കളെ, ചെല്ല്. ശ്രീകുട്ടാ, ഓ വാ, ഒരു കാര്യം പറയട്ടെ. വിടി, ഇതല്ലേ അത് സമയം. എടോ താനെന്ത് ടീമാടോ? താൻ വിളിക്കാന്ന് പറഞ്ഞിട്ട്. ആ പിന്നെ ഞാനിവിടെ കുറച്ച് തിരക്കായി പോയി. ആണോ? അങ്കിള് എന്നെയൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ ഇറങ്ങാം കേട്ടോ ഒരു ദിവസം. യാത്ര ഇല്ല, തുടങ്ങിയിട്ടില്ല. ഇപ്പതേ 2 ബുള്ളറ്റും കൊണ്ട് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാലും എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇപ്പൊ വയ്യ. പിന്നെ സ്നേഹത്തോടെ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ കൂടെ പോവാതിരിക്കണേ? അവിടെ എന്തുണ്ട് വിശേഷം? ഞാൻ തന്നെ വിളിക്കാവേ. ശരി. അച്ഛൻ എന്തേ? ഏ അച്ഛൻ എന്തേന്ന്? അച്ഛൻ അവിടെ ഇല്ലേ? അച്ഛൻ എന്തിയാടാ? ഉണ്ടായിരുന്നല്ലോ. കൊച്ചിന്റെ ബിസ്ക്കറ്റ് എടുത്തല്ലേ? എടാ നിന്നെ കൊണ്ടൊരു നിവർത്തിയില്ലല്ലോ കേശുവേ. അതൊക്കെ നമുക്ക് മെയിൻ ചെയ്യാം. എങ്ങനെ? അടുത്ത തവണ അവക്ക് ബിസ്ക്കറ്റ് മേടിക്കുമ്പോൾ 2 കുറച്ചെടുത്താ പറ്റും. അമ്മായിനെ കണ്ടില്ലല്ലോ, കുട്ടുമാമനെ. ആറേ പോയി അമ്മേനെ വിളിച്ചിട്ട് വന്നേ. ഓക്കെ, ഭാഗല്ലേ, നമുക്ക് കുട്ടുവാനെ വിളിച്ചിട്ട് വരാം. 2 കൂടെ പോണോ? ചേച്ചി എന്താ ഇപ്പൊ എങ്ങനെയാണ്? ബുള്ളറ്റ് പുറത്തിരിക്കല്ലേ, എങ്ങോട്ടല്ലേ പോണ്ടേ? പ്ലാൻ ചെയ്യണ്ടേ? നമുക്ക് ഇവിടുന്ന് മുങ്ങാളാ. നമുക്ക് ഒരു ബുള്ളറ്റ് ട്രിപ്പിൾസ് അടിച്ചു കഴിഞ്ഞാല് 5 പേരോട് ഒരുമിച്ച് അങ്ങ് പോകും. ബോധവും വിവരമൊന്നുമില്ല. പെറ്റിയടിച്ച് ചാവാനാണോ ട്രിപ്പിൾസ് അടിച്ച് പോയിട്ട്? എന്നാ പിന്നെ വേണ്ടല്ലേ. ഓടാ അവിടെ നിന്ന്. ചേച്ചി, എന്താ അവരുണ്ടായാലും ഇല്ല ഇവിടെ. അവരവിടെ ഇല്ലേ? ഡോറൊക്കെ തുറന്നിട്ടേക്കാണോ? ആ ഒരു മിനിറ്റ് പോരാ. ഓ ചേട്ടാ, ചേട്ടാ അമ്മ വിളിച്ചാ? ഇല്ലടി, എന്തുപറ്റി? ചുമ്മാ വെച്ചേ. വരാടി, കളിക്കാടി, ഇല്ലേ? എടാ പുറത്ത് ബുള്ളറ്റില്ല, പുറത്ത് വണ്ടിയില്ലെന്ന്. ആടെ പോയി? ഓ ഇനിയിപ്പോ ചിലപ്പോ മാമനും മാമിയും കൂടെ ഷോപ്പിങ്ങിന് വല്ലതും പോയി. 2 പേര് 2 വണ്ടി എടുത്തോണ്ടാണ് ഷോപ്പിങ്ങിന് പോണത്. വെറൈറ്റി അല്ലേ? ഒരു ഗുമ്മല്ലേ ചേച്ചി? വിവരവും ഇല്ല, ബോധവും ഇല്ല. അതെ, നിങ്ങൾ ആരെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടായിരുന്നോ? ഇല്ല. കേട്ടില്ല? ഇല്ലല്ലോ. എന്താ കേക്കാഞ്ഞ്? ഇവിടെ ഒരു കരിയില വീണ അതുവരെ എന്റെ അടുത്ത് പറയുന്ന ഗൗരിമമ്മായും എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അച്ഛനെയും കാണാൻ. എന്നാലും അവരവിടെ പോയി. വണ്ടിയും ഇല്ല, അവരാരും ഇവിടെ ഇല്ല. സംഭവം മനസ്സിലായി. അല്ലേ?
ചെമ്മാടി കാറ്റേ നിന്നാട്ടെ ഉല്ലാസ വേഗം കൂട്ടാതെ നേരം നല്ല നേരം കാറ്റേ നിന്നാട്ടെ ചേട്ടാ വെള്ളത് വാ. അറിയാ എന്താ പോന്നു ഇവിടെ ഇരിക്കാം, കുറച്ച് നേരം ഇവിടെ ഇരിക്കടാ. അയ്യ ഇല്ലേ പറ്റുന്നില്ല വയസ്സായി. ആകെ വയസ്സാടാ, ആകെ വയസ്സാടാ. ഇങ്ങനെ അറിഞ്ഞേ ആ അല്ലെ ഇപ്പോഴേ ആ ഇപ്പോഴും മറ്റേ ഇത് നല്ല എന്താ നീ എല്ലാരും എന്ത് വിഷമം? നമ്മളിങ്ങനെ പിള്ളേരും കൂടെ വേണം കൂടെ. പിള്ളേരില്ലെങ്കിൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഡേയ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ട് ഇവിടെ കെട്ടിക്കഴിഞ്ഞ അന്ന് മുതൽ ഡേയ് കല്യാണം കഴിഞ്ഞ് ഈ ചെറുക്കായി നമ്മള് കല്യാണം കഴിഞ്ഞപ്പോൾ ഇവന് എത്ര വയസ്സ്? 3-4 വയസ്സ്. 10-11 വയസ്സേ നമ്മുടെ കിടന്നു. എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? പിന്നെ ചറപറ ചറപറ ചറപറാന്ന് പിള്ളേരായി. അപ്പോഴും പ്രശ്നങ്ങൾ ഇതിന് ഈ പഴം ഇങ്ങനെ തന്നെയാണ്. ആണോ? എന്ത് രസം? ശരി തന്നെ, പിള്ളേരും കൂടെ ഉണ്ടെങ്കിൽ നന്നായാണ് അല്ലേ ചേച്ചി? പിന്നെ പിള്ളേരുണ്ടെങ്കിൽ പിന്നെ എന്ത് രസമാണല്ലേ ചേട്ടനും ചേച്ചിയും പിള്ളേരൊക്കെ. അടിപൊളിയാണ് അവരുടെ കളിയും തമാശയും ചിരിയും ഒക്കെ കാണാൻ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതൊക്കെയാണ് തമാശ. ഇതൊക്കെയാണ് തമാശ. ഇത് പറഞ്ഞു പറയേച്ചി പറ എന്നെ ഒന്നും പറഞ്ഞില്ല പറ്റില്ല. പാവം പിള്ളേര് അവിടെ ഒറ്റയ്ക്കാണ് നമ്മളെ കാണാതെ. അവിടെ ചിരിയും കളി. വെറ്റില വെള്ളത്തിൽ പോണ്ടേ? വെറ്റില വെള്ളത്തിൽ പോണ്ടേ? ഇവിടെ തൊട്ടടുത്തൊരു കുളം. എന്റെ അമ്മേ പറഞ്ഞിട്ട് കണ്ണീര് പോലത്തെ വെള്ളം, സ്ഫടികം പോലത്തെ വെള്ളം. നീന്തി കുളിക്കായി ക്ഷീണമൊക്കെ അങ്ങ് മാറും. കൊണ്ട് മൊട്ട പാലായിരുന്ന ഒളിവ് വന്നില്ലേ? ഇവിടെയാണ് അവൻ താമസിച്ചത്. ഇവിടെ അത് ഇതൊന്ന് കാണട്ടെ. കുറെ നാളായില്ലേ വന്നിട്ട്. ഇപ്പൊ മറ്റേ വെട്ടി തിളങ്ങയാണോ അല്ലെങ്കിൽ അല്ലാതെ തിളങ്ങയാണോ നോക്കട്ടെ. നീ കേറ് ആദ്യം. എന്റെ ഹെൽമെറ്റ് എവിടെ? എടേ ഹെൽമെറ്റ് എന്റെ എവിടെ? ആ എന്നാ ശ്രീകുട്ടാ, നീ പറഞ്ഞോളെ ഞാൻ അളിയന്.
മാറ്റി കെട്ടാൻ വേണ്ടി. എന്നാലും ആ ആ വെറ്റില കുളം കാണിച്ചു തരാന്ന് പറഞ്ഞ് കിലോമീറ്റർ ആയി നടക്കണേ. എവിടെ കുളം? അതെ, വെറ്റിലക്കുളം കാണുമ്പോ നിനക്കറിയാം ഇത്രയും നടന്ന് ലാസ്റ്റ് ആയിട്ടില്ല. ഓ അതെ, ചെന്ന് കാണുമ്പോ അറിയാൻ പറ്റും. വല്ല കൂതറ കുളം അങ്ങനെ ആയിരിക്കും. എന്തോ വല്ല കൂതറ കുളം. ഇതെന്താ നളിയാ ഒഴുകി വരുന്ന വെള്ളം? ഇത് തന്നെ വെള്ളം. ആ പിന്നെ വാ ആടാ, ഇത് ഒഴുകി ആ കുളത്തിൽ തന്നെ പോണത്. ഇതേ കുളം. ഏത് കുളം? ദേ ഒരു കുളം. ഇതാണോ? ശ്രീകുട്ടോ, ഓ നോക്കടാ. എന്തോന്ന് നോക്കായി? വാക്ക് എന്റെ അളിയാ, ഇതെന്താണിത്? ക്രിസ്റ്റൽ ക്ലിയർ പച്ച വെള്ളം. പറഞ്ഞപ്പോ എന്നെ ആശ്രയിച്ചല്ലേ. വാ ഇറങ്ങ. വെള്ളത്തില് അധികം നേരം ഇറങ്ങണ്ട, കുറച്ചു നേരം ഒക്കെ ഇറങ്ങിയിട്ട് പോരാ. അത് വല്ല തണുത്തിട്ടുണ്ടെങ്കിൽ വല്ല പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ? അങ്ങനെ തണുത്ത് വിറച്ച് പനി പിടിക്കൂല ശ്രീകുട്ടോ. അളിയാ നമുക്ക് തണുപ്പിച്ചാലോ? അല്ല, തണുത്താൽ ചൂടാക്കുള്ളതാണ്. നീലുവേ ഞാൻ ചൂടായ മതിയാ. ഇവിടെ അടുത്ത് കുളത്തിട്ട് നമുക്ക് പോണേ. മത്സരം ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും വേണ്ട കേട്ടോ. പൊന്നു മക്കളെ, ഒരു യാത്ര ആകുമ്പോഴാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അളി എന്താണ് ഉദ്ദേശിക്കണേ? അതൊന്നും വേണ്ട. ആ അതാണ്. കുറച്ചെല്ലാം ആയോളൂ, കുറച്ച് പരിചയമില്ലാത്ത കൊറോണ അധികം പോവണ്ട. പരിചയമില്ലാത്ത കൊറോണ അധികം പോവണ്ട. കൊച്ചിനെന്തോ പറ്റിട്ട് ചെല്ല. ശ്രീകുട്ടാ, ശ്രീകുട്ടാ, വാലും ചെല്ലി വാലും.
ചുമ്മാ കളി ഒന്നും വിട്. നീ വിളി. ചുമ്മാ അതിന്.